പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 8-9 വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. നോഹയും പുത്രന്മാരും അവൻ്റെ ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും ജലപ്രളയം നിമിത്തം പെട്ടകത്തിൽ കടന്നു. കർത്താവ് എനിക്ക് ദൂതാണ് തരുന്നത്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായി 2 പേരുകൾ കർത്താവ് തന്നിട്ടുണ്ട്. ഒരു പേര് വീരമണി എന്നാണ്. പുള്ളി തമിഴ്നാട് സേലം സ്വദേശിയാണ്. അപ്പം ആളുടെ ഈ ഇടത്തെ കാൽമുട്ടിന് ക്യാൻസർ വന്നിട്ട് ആ രോഗം കാൽമുട്ട് എടുത്തു മാറ്റി കളയണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് ഇപ്പോഴവരുടെ ഒരു അഭിപ്രായം എന്നത് ആ രോഗം താഴോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ മുട്ടിന് താഴെ വെച്ച് മുറിച്ച് കളയുന്നതും നല്ലതാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അപ്പം ആൾക്ക് വീരമണിക്ക് 55 വയസ്സാണെന്നാണ് ദൈവം തമ്പുരാൻ പറയുന്നത്. അപ്പം കർത്താവ് പറയുന്നു, മനുഷ്യന് അസാധ്യം, ദൈവത്തിനെല്ലാം സാധ്യം. ആമേൻ. മനുഷ്യന് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ കാൽമുട്ട് മുറിച്ച് മാറ്റണമെന്ന് പറയുന്നതും മുട്ടിന് താഴെ വെച്ച് മുറിച്ച് കളയണമെന്നും പറയുന്നത്. മനസ്സിലായോ? എന്നാൽ കർത്താവ് പറയുന്നത്, വീരമണിയുടെ കാൽമുട്ടിലെ ക്യാൻസർ രോഗത്തെ ഇപ്പോൾ പൂർണ്ണ വിടുതൽ നൽകി പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ദീർഘായുസിലേക്ക് കടക്കാമെന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. ആമേൻ. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. വീരമണി ഭയങ്കര കാശുകാരനാണെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീരമണിക്ക് ഇപ്പോഴെങ്ങും പോകാൻ താല്പര്യമില്ല. അപ്പം ദൈവം തമ്പുരാൻ പറയുന്നു, നിങ്ങൾ ദീർഘായുസോടെ ഈ ഭൂമിയിൽ ജീവിക്കും. ആമേൻ. ഇനി കർത്താവ് തരുന്നൊരു പേര് ക്രിഷ് എന്നാണ്. ക്രിഷ് ആള് ഇച്ചിരി പേരും പ്രശസ്തിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഈ സിനിമ ഫീൽഡുമായി ബന്ധപ്പെട്ട ആരുമാണെന്നാണ് ദൈവം തമ്പുരാൻ പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ സിനിമ കാണത്തില്ല, സീരിയലും കാണത്തില്ല. അതുകൊണ്ട് എനിക്ക് ഈ വക ആൾക്കാരെയൊന്നും എനിക്കറിയത്തില്ല. അപ്പം കർത്താവ് പറയുന്ന പേര് ക്രിഷ് എന്നാണ്. പുള്ളിക്ക് വീഴ്ചയിൽ അതായത് നട്ടലിൻ്റെ കണ്ണിക്ക് ചെറിയൊരു പരിക്ക് പറ്റി, അത് അകന്നുപോയി. അപ്പം അത് കമ്പിയിടണമോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഹോസ്പിറ്റലിൽ കാണിച്ചു കൊണ്ട് വരികയാണ്. മനസ്സിലായോ? അപ്പം കമ്പിയിട്ട് കിടന്നാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. അപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ലെന്നാണ് പറയുന്നത്. ആള് ചെറുപ്പമാണെന്ന് ദൈവം തമ്പുരാൻ പറയുന്നത്. അപ്പം കർത്താവ് പറയുന്നു, ആ അകന്നു പോയ നട്ടലിലെ കണ്ണിയെ കർത്താവ് കൂട്ടി യോജിപ്പിച്ച് അത് പൂർണ്ണമായും വിടിവിച്ച് സൗഖ്യം നൽകി അനുഗ്രഹിക്കും. ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശ്വസിക്കുക, ഏറ്റെടുക്കുക.